അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ക്രിസ്പി കോൺ സമൂസയുടെ റെസിപ്പിയാണ്. നമ്മൾ സമൂസേനെ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ട് ഒരു കോൺ ഷേപ്പിലാക്കിയിട്ടുള്ള ഒരു സമൂസയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ആ മൈദ ഉപ്പൊക്കെ. അതിന് ശേഷം നമുക്ക് മാവൊന്ന് കുഴിച്ചെടുക്കാം. ഞാനിപ്പോൾ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്ര വെള്ളം വേണ്ടത് നോക്കിയിട്ട് ഒഴിച്ചിട്ട് മാവ് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിലായിട്ട് മാവ് കുഴച്ചെടുക്കാം. ആദ്യം ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സാക്കിയ ശേഷം കൈ വെച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ മാവ് ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ സൈഡിലായിട്ട് ഒന്നുകൂടെ മാവൊന്ന് കുഴച്ചെടുക്കാം. എല്ലാ സൈഡിലേക്കും ആ സൺഫ്ലവർ ഓയിൽ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സമൂസയ്ക്ക് വേണ്ട മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ എല്ലില്ലാത്ത പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇനി ഞാൻ ഈ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി ഇതെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 4 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി തൊലി കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വലിയ 12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 ഏലക്കായ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഏലക്കായ നമ്മൾ തൊലി കളഞ്ഞിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ വേവിക്കാൻ വെച്ച ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചിക്കൻ വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. എന്നാൽ ആ ചിക്കനിലെ ഉപ്പും കുരുമുളക് പൊടി, മഞ്ഞളൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത്. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ചിക്കനൊന്നും ഒട്ടി പിടിക്കുകയൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ചൂടാറിയ ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി സമൂസയുടെ ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഞാനിപ്പോൾ ഒരു 4 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 1/2 കിലോ ചിക്കനിലേക്ക് ഞാൻ 4 വലിയ ഉള്ളി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ, അതുപോലെ പട്ട, ഏലക്ക, വലിയ ജീരകം ഇതെല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ആയിരുന്നു ഇട്ടത്. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മളെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയിലൊക്കെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരച്ചെടുക്കണ്ട, ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കി ഒന്ന് വഴറ്റിയിട്ട് ഒരു 5 മിനിറ്റ് സ്പീഡ് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സമൂസയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ സമൂസയ്ക്ക് വേണ്ട ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്, മാവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ മാവൊന്ന് പരത്തിയെടുക്കാനായിട്ട് ഞാൻ കുറച്ച് മൈദ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഈ ബൗളിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് നീളത്തിലൊന്ന് കുഴച്ചെടുക്കാം.
അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കത്തി വെച്ചിട്ട് മാവൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അങ്ങനെ മാവെല്ലാം ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് അതൊന്ന് ബോൾസാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ചപ്പാത്തി മാവിനേക്കാൾ കുറച്ച് വലുപ്പത്തിലായിട്ട് ബോളാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എല്ലാ മാവും ഒന്ന് ബോൾസാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ മാവും ഇതുപോലെ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച മാവിൽ നിന്ന് ഒരു മാവ് എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് കുറച്ച് വലുപ്പത്തിലായിട്ട് പരത്തിയെടുക്കുക, കനം കുറച്ച് പരത്തിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് മൈദ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പരത്തുന്ന സമയത്ത്. അപ്പോൾ ഞാനിതുപോലെ ഇത്ര വലുപ്പത്തിലായിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് കത്തി വെച്ചിട്ട് ഇതൊന്ന് നാലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വലുപ്പത്തിൽ പരത്തിയെടുക്കണം, എന്നാലും നമുക്ക് നാലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് കുറച്ച് വലുതായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നിലേക്കായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് ഒന്ന് ചെറുതായിട്ട് ചൂടാറിയ ശേഷം വേണം നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ അതൊന്ന് ചൂടാറിയ ശേഷമാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്നും കട്ട് ചെയ്തത് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. എത്ര ഫില്ലിങ് വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഒരുപാട് വെച്ച് കൊടുക്കണ്ട, ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ സൈഡിൽ നിന്നായിട്ട് എടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം മടക്കിയെടുക്കാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് പ്രസ്സാക്കിയിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ മൈദ കലക്കിയിട്ട് വെച്ചിട്ടുള്ള ഒട്ടിക്കാനുള്ളതൊന്നും വേണ്ട, കാരണം ഇത് മാവല്ല, അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും. ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിൽ കുറച്ച് പൊടി ഇട്ടിട്ട് വേണം മാറ്റി വെക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത് ഒട്ടി പിടിക്കും. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ സൈഡിൽ നിന്ന് നമ്മുടെ മാവ് കുറച്ചധികമുള്ള ഭാഗത്ത് നിന്ന് വേണം മടക്കാനായിട്ട്. ഇതേപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഈ ഭാഗം നമുക്കൊന്ന് കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാതും ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ കോൺ സമോസയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കട്ടയില്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ ഇതെല്ലാം നന്നായി മിക്സാക്കി എടുത്ത ശേഷം അതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കലക്കിയെടുക്കാം. മുട്ടയൊക്കെ നന്നായിട്ട് ഈ മൈദയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം. അങ്ങനെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 10 ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചാൽ നമ്മുടെ ഈ കോൺ സമൂസ ഈ മുട്ടയുടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലേക്കും ആ മുട്ടയുടെ മിക്സാക്കി കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് ക്രാംസ് ഇട്ടിട്ട് അതൊന്ന് നമ്മൾ കട്ട്ലേറ്റൊക്കെ ചെയ്തെടുക്കുന്ന പോലെ ബ്രെഡ് ക്രാംസ് അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഒന്നാക്കി എടുത്താൽ മതി. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാതും ചെയ്തെടുത്ത ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ സമൂസയും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ച ഈ സമൂസ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാൻ എടുക്കുന്ന സമയത്ത് കുറച്ച് പരന്ന പാൻ എടുക്കുക, കാരണം ഇത് കുറച്ച് നീളനായിട്ടാണല്ലോ നമ്മുടെ സമൂസ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പാൻ എടുക്കാൻ നോക്കുക. ഇനി നമ്മുടെ ഈ സമൂസ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് അതൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഒരു സൈഡൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ സമൂസയുടെ ഒരു സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞു വന്നപ്പോൾ ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ 2 സൈഡും നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ള സമൂസ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ സമൂസയും റെഡി ആയിട്ടുണ്ട്. നമ്മൾ മൊത്തം 6 മാവുണ്ടായിരുന്നു, 6 ബോൾസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മാവ്. അപ്പോൾ ഒരെണ്ണത്തിൽ നമുക്ക് 4 എണ്ണം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാ സമൂസയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റാണ് ഈ സമൂസ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ക്രിസ്പി കോൺ സമൂസ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.
ഇൻഷാ അല്ലാ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.